ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ മലയാളത്തിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഗ്രൂപ്പ് ഡിയുടെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി നോ യുവർ എക്സാമിൻ്റെ ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻസ് വരുന്നുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ നമുക്ക് വാട്സാപ്പിലൂടെയും മറ്റും ഒരുപാട് എൻക്വയറീസ്, കുറേ ഡൗട്ടുകൾ ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡൗട്ടുകളെയൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടില്ല. ഗ്രൂപ്പ് ഡിയുടെ നോട്ടീസ് എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് നോട്ടീസുകൾ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല ന്യൂസ് പേപ്പർ കട്ടിങ്സ് നിങ്ങൾ കണ്ടു കാണിരിക്കും. അത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ RRBയുടെ 21 RRBയുടെയും വെബ്സൈറ്റിൽ നിലവിൽ ലഭ്യമല്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാതെ ഒരു കാര്യത്തിലും നമുക്ക് ആധികാരികമായിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ഇതിന് മുന്നേ RRB പുറത്തുവിട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ, ഇതിന് മുന്നേ RRBയുടെ വെബ്സൈറ്റുകളിൽ ലഭ്യമായിട്ടുള്ള നോട്ടീസുകളുടെ അടിസ്ഥാനത്തിലും നമുക്ക് ഏതാനും ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി തരാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഇതിന് മുന്നേ നടത്തിയിട്ടുള്ള എക്സാംസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഡൗട്ടുകളിൽ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് മാത്രമാണ്. പ്രധാനമായിട്ട് നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഗ്രൂപ്പ് ഡി എക്സാമിന് 10th യോഗ്യത മാത്രം മതിയോ? ITIക്കാർക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കുമോ? ഡിഗ്രിയും ഡിപ്ലോമയും ഉള്ളവർക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുമോ? മിനിമം പ്രായം എത്രയായിരിക്കും ഗ്രൂപ്പ് ഡി ഈ വർഷം എക്സാം വിളിക്കുന്ന സമയത്ത്? ഇത്തവണത്തെ ഒഴിവുകൾ എത്രയാണ്? ഒഴിവുകൾ കുറഞ്ഞു പോയോ? ഒഴിവുകൾ ഇനി കൂടുമോ? ഇത്തരത്തിലുള്ള ഡൗട്ടുകളാണ് കുട്ടികൾ പ്രധാനമായിട്ടും നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ 10th ആൻഡ് ITI അത് ഒരു പ്രശ്നമാണ്. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, 10 അല്ലേ വിദ്യാഭ്യാസ യോഗ്യത. കുറേ പേര് പറയുന്നുണ്ട് ITI ആണ് വിദ്യാഭ്യാസ യോഗ്യത, ITI നിർബന്ധമായിട്ടും വേണം എന്ന് പറയുന്നവരുണ്ട്. ITI നിർബന്ധമായിട്ടും വേണമെന്നുണ്ടെങ്കിൽ 10th യോഗ്യത ഉണ്ടായതുകൊണ്ട് മാത്രം പറ്റുമോ? പറ്റില്ല. +2 ഉള്ളവർക്ക് പറ്റുമോ? ഡിഗ്രി ഉള്ളവർക്ക് പറ്റുമോ? ITI നിർബന്ധമാണെങ്കിൽ. സോ അതിനകത്ത് ഒരു ക്ലാരിറ്റി കുറവ് കുട്ടികൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ഇൻസൈറ്റ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങളുടെ മുന്നിലുള്ള 2 സംശയങ്ങളാണ്. ഒന്ന്, 10th ഓർ ITI, 10ഓ ITIയോ മതിയോ? ഏതെങ്കിലും ഒന്ന് മതിയോ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ട്? 10ാം ക്ലാസ് യോഗ്യതയോ ITIയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ഒന്നാമത്തെ സംശയം. അല്ലെങ്കിൽ 10th + ITI വേണോ? 10 മാത്രം പോരാ, 10ന്റെ കൂടെ ITI സർട്ടിഫിക്കറ്റും കൂടി ഉള്ളവർക്ക് ആണോ ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്? ആദ്യത്തിൽ എന്തായിരുന്നു? ഓറായിരുന്നു. ഓർ എന്ന് പറയുമ്പോൾ 10 ഉള്ളവനും എന്ത് ചെയ്യാം? ITI അപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഉപകാരം? നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം, +2 കഴിഞ്ഞവരാണെങ്കിൽ എക്സാം എഴുതാം, ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ എക്സാം എഴുതാം, ഡിഗ്രി അല്ലെങ്കിൽ BTech കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പ് ഡി എക്സാം എഴുതാം. ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2019 ലാസ്റ്റ് ടൈം ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്ത സമയത്ത്, ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നുള്ള ഒരു വാർത്തയാണ്, RRB ഗ്രൂപ്പ് ഡി റിസൾട്ട് 2019 പുറത്തുവിട്ടപ്പോൾ 1.25 ലക്ഷം ആളുകൾ അതിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. As 1.89 crore candidates across the nation await RRB Group D result 2019. 1.89 കോടി ജനങ്ങൾ, ഏകദേശം 2 കോടിയോളം വരുന്ന ഉദ്യോഗാർത്ഥികൾ ഗ്രൂപ്പ് ഡിയുടെ റിസൾട്ട് 2019 വെയിറ്റ് ചെയ്തിരുന്നു. അതിൽ 1.25 ലക്ഷത്തോളം ആളുകളാണ് CBT പാസ്സായത് എന്നാണ് ഈ ന്യൂസ് പേപ്പർ കട്ടിങ് നമ്മുടെ അടുത്ത് പറയുന്നത്. പക്ഷേ 1.89 കോടി ആളുകൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ പറഞ്ഞ കാരണം കൊണ്ട്. അന്നത്തെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? 10th ഓർ ITI ആയിരുന്നു. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ ITIയോ മതി എന്നായിരുന്നു. അങ്ങനെ വരുമ്പോൾ ആർക്കൊക്കെ എഴുതാം? 10ാം ക്ലാസ് ഉള്ളവൻ എഴുതാം, +2 ഉള്ളവൻ എഴുതാം, ഒബ്വിയസ്ലി ITI ഉള്ളവൻ എഴുതാം, ഡിപ്ലോമ ഉള്ളവൻ എഴുതാം, ഡിഗ്രി ഓർ BTech ഉള്ളവൻ എഴുതാം. എന്ന് പറഞ്ഞാൽ ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യതയുള്ള എല്ലാവർക്കും, 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്ത് ചെയ്യാം? ഗ്രൂപ്പ് ഡി എക്സാം എഴുതാൻ പറ്റുമായിരുന്നു. എപ്പോൾ? 2019. അതുകൊണ്ടാണ് ഇത്രയും അപ്ലിക്കൻസ് വന്നത്, അതുകൊണ്ടാണ് ഇത്രയും പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. നേരെ മറിച്ച് 10th + ITI എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെയധികം ക്രമാതീതമായിട്ട് കുറയും, അല്ലേ? ഒബ്വിയസ്ലി അത് കുറയും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സംശയം വരുന്നത്? കഴിഞ്ഞ വട്ടം 10th ഓർ ITI ആയിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ 10th + ITIയും വേണം എന്നുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ അത് വേണമോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്? അതിന് നമുക്ക് കുറച്ച് വർഷം പുറകോട്ട് പോകണം. 10th + ITI ആവാം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഞാനിപ്പോൾ ചോദിച്ച ചോദ്യം. അതിന് നമ്മൾ ആദ്യം പോകുന്നത് 2017 2017 മിനിസ്ട്രി ഓഫ് റെയിൽവേസ് പുറത്തുവിട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം ലെവൽ 1 തസ്തിക അവിടെ എഴുതിയിട്ടുണ്ട്. ലെവൽ 1 പോസ്റ്റിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? 10th + ITI ആണ്. ഏത് വർഷം?
2017 മിനിസ്ട്രി ഓഫ് റെയിൽവേസ് പുറത്തുവിട്ട നോട്ടീസ് പ്രകാരം ലെവൽ 1 പോസ്റ്റിലേക്ക് ഉള്ള യോഗ്യത 10th പ്ലസ് ITI ആണ്. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് മാത്രം മതിയോ? പോരാ, എന്തുകൂടെ വേണം? ITI കൂടെ വേണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കോടിക്കണക്കിന് ആളുകൾ ആ എക്സാം എഴുതാൻ യോഗ്യരായിരിക്കുമോ? ആവാനുള്ള സാധ്യത കുറവാണ്. കാരണം ITI സർട്ടിഫിക്കറ്റ് കൂടെ വേണം, ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇനി 2018 ഒരു നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിരുന്നു. RRB CEN സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 02/2018 എന്ന് പറയുന്ന നോട്ടീസ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രകാരം അതിന്റെ അനക്സ്റ്റർ A എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെറ്റിൽ അവൈലബിൾ ആണ് ഈ നോട്ടീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. CEN 02/2018 അടിച്ചു നോക്കുക. അതിൽ അനക്സർ A 29ാമത്തെ പേജാണ്. 36 പേജുള്ള നോട്ടിഫിക്കേഷനിൽ 29ാമത്തെ പേജിനകത്താണ് ഇത് കൊടുത്തിട്ടുള്ളത്, ഈ പറയുന്ന ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടായിരിക്കില്ല, ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം. 28 പോസ്റ്റുകളിലേക്കായിട്ടാണ് അന്ന് എക്സാം കണ്ടക്ട് ചെയ്തത്. ഞാൻ ഇതിനെ രണ്ടായിട്ട് മുറിച്ച് കാണിച്ചു തരാം. ആദ്യത്തെ പകുതി നോക്കുക, 23 പോസ്റ്റുകൾ. ഈ 23 പോസ്റ്റുകൾ 2018 ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷനിൽ ഈ 23 പോസ്റ്റുകളിലെയും ഡിപ്പാർട്ട്മെന്റ്സ് നോക്കുക. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, S&T ഡിപ്പാർട്ട്മെന്റ്, 4ഉം ടെക്നിക്കലാണ് അല്ലെ. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള യോഗ്യത എന്തായിരുന്നു? 10th പാസ് പ്ലസ് ITI. 10ാം ക്ലാസിന്റെ കൂടെ ITI സർട്ടിഫിക്കറ്റും കൂടെ വേണമായിരുന്നു. എന്തിന്? 2018 ഗ്രൂപ്പ് ഡിക്ക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ള പോസ്റ്റുകളിലേക്ക് എത്ര പോസ്റ്റ് ഉണ്ടായിരുന്നത്? 23 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതേ വർഷം തന്നെ 24 മുതൽ 28 വരെയുള്ള കാറ്റഗറിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്ക്. അത് കൂടുതലും മെഡിക്കൽ, ട്രാഫിക് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ നോക്ക്, 10th പാസ് ഓർ ITI. 10th പാസ് ഓർ ITI എന്ന് പറഞ്ഞാൽ 2017 മിനിസ്ട്രി ഓഫ് റെയിൽവേസ് പറഞ്ഞു നിങ്ങൾക്ക് 10ഉം ITIയും നിർബന്ധമായിട്ടും വേണം. 2018 അതിനെ സ്പ്ലിറ്റ് ചെയ്തു. 10ഉം ITIയും നിർബന്ധമായിട്ട് വേണ്ട ഏതാനും പോസ്റ്റുകളുണ്ട്, അത് ടെക്നിക്കൽ പോസ്റ്റുകളാണ്. 10ഓ അല്ലെങ്കിൽ ITIയോ വേണ്ട ഏതാനും പോസ്റ്റുകളുണ്ട്, അത് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ള പോസ്റ്റുകളാണ്. ഓക്കെ, ഇതാണ് 2018 അവസ്ഥ. ഇനി 2019 നമുക്ക് ഓൾറെഡി അറിയാം, എക്സാം ഓൾറെഡി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാണ്. ഏറ്റവും റീസെന്റ് പോസ്റ്റിൽ കഴിഞ്ഞ എക്സാം ആണ്. സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് RRC 01/2019 അനക്സർ Aക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? ക്വാളിഫിക്കേഷൻ കാണാം. എന്താണ്? 10th പാസ് ഓർ ITI. ഞാൻ ഓൾറെഡി പറഞ്ഞു 2019 ലാസ്റ്റ് നോട്ടിഫിക്കേഷനിൽ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ ITIയോ. അതുകൊണ്ടാണ് 1.89 കോടി ആളുകൾ റിസൾട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ലെവൽ CBT 1ന്റെ ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് ഇരുന്നത് 2019. ഓക്കെ, ഇനിയാണ് പ്രശ്നം. ഇനി എന്താ സംഭവിച്ചേ? ഇവിടെ നോക്കിയൊക്കെ കാണാൻ പറ്റും. ഇത് ഈ 2019 നോട്ടിഫിക്കേഷന് ശേഷം മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ സൈറ്റിൽ കണ്ട ഒരു നോട്ടീസാണ്. ആ നോട്ടീസിൽ അവർ പറയുന്നുണ്ട്, The one-time exemption granted by Indian Railways in employment notice on 02/2018 and RRC 01/2019 എന്ന് പറഞ്ഞാൽ നമ്മൾ 2018 നോട്ടിഫിക്കേഷനകത്ത് 10th പാസ് ആൻഡ് ITI എന്ന് പറഞ്ഞിട്ട് 24 ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റിന് ക്വാളിഫിക്കേഷൻ കാണിച്ചിരുന്നു. അതിനകത്തും 2019 നോട്ടിഫിക്കേഷനകത്തും ഒരു വൺ ടൈം എക്സംഷൻ ആയിട്ട് കൊടുത്തു. എന്ത്? ആ ആൻഡ് എടുത്ത് മാറ്റി അവർ എന്തെന്ന് വെച്ചു? ഓർ എന്ന് പറഞ്ഞു. വൺ ടൈം എക്സംഷൻ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അവർ പറയുന്നുണ്ട്, ദ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫോർ ഓൾ ദ ഫ്യൂച്ചർ റിക്രൂട്ട്മെന്റ്സ് ടു ബി നോട്ടിഫൈഡ് ആഫ്റ്റർ 15/6/2019. ജൂൺ 15, 2019 ശേഷം ലെവൽ 1 തസ്തികയിലേക്ക്, പ്രത്യേകിച്ച് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടത്തുന്ന എല്ലാ പോസ്റ്റുകൾക്കും അല്ലെങ്കിൽ എല്ലാ റിക്രൂട്ട്മെന്റിനും എന്താവശ്യമാണ്? 10th പാസ് പ്ലസ് NAC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10th പാസ് പ്ലസ് ITI സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്ന് ഈ നോട്ടീസ് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻ നിങ്ങളുടെ ഇടയിൽ വരുന്നത്. 2017 എന്ത് പറഞ്ഞു? 10th പാസ് പ്ലസ് ITI വേണമെന്ന് പറഞ്ഞു. 2018 10th പാസ് പ്ലസ് ITI ഉള്ള പോസ്റ്റുകളും 10th പാസ് ഓർ ITI ഉള്ള പോസ്റ്റുകളും ഉണ്ട്. 2019 10th പാസ് ഓർ ITI ആണ് എല്ലാ പോസ്റ്റുകൾക്കും. അതിനുശേഷം ഇറക്കിയ നോട്ടിഫിക്കേഷനിൽ 18-നും 19-നും ഒരു എക്സംഷൻ കൊടുക്കുകയും 19-ന് ശേഷം വരുന്ന എല്ലാ ഫ്യൂച്ചർ റിക്രൂട്ട്മെന്റിനും എന്തായിരിക്കും? ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ, അതായത് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പോസ്റ്റുകളിലേക്ക്, തസ്തികകളിലേക്ക് 10th പാസ് പ്ലസ് ITI ആയിരിക്കണം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് ഒരു നോട്ടീസ് RRB പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നോട്ടീസിൽ പറഞ്ഞത്? ഇപ്പൊ കാണുന്ന നോട്ടീസിൽ പറയുന്നത്,
2018-2019 ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റിൽ കൊടുത്തിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത 10 ചുരുക്കിയെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വൺ ടൈം എക്സംഷൻ മാത്രമാണ്. ഇനി വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനിലും ടെക്നിക്കൽ പോസ്റ്റിലേക്ക്, എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, SNT, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റിലേക്ക് 10th പ്ലസ് IT ആയിരിക്കും യോഗ്യത എന്നാണ് നേരത്തെ കാണിച്ച നോട്ടീസിൽ പറയുന്നത്. അതിനെ ഞാൻ സമ്മറൈസ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി പോസ്റ്റുകളും ക്വാളിഫിക്കേഷനും ഒന്ന് നോക്കുക. അപ്പൊ ഇത് 2019 കാര്യമാണ്. 2019 കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, അസിസ്റ്റന്റ് ഡിപ്പോർട്ട് എന്ന് പറയുന്ന സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്നത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ 3 ഡിപ്പാർട്ട്മെന്റ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എന്താണ്? ടെക്നിക്കലാണ്. നേരത്തെ പറഞ്ഞത് എന്താണ് തൊട്ട് മുന്നേ? ഇനി വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും ടെക്നിക്കൽ പോസ്റ്റുകൾ, എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് SNT തുടങ്ങിയ പോസ്റ്റുകൾ ഒഴിച്ച്, അല്ലെങ്കിൽ ആ പോസ്റ്റുകളിലേക്കുള്ള എല്ലാത്തിലും 10th പ്ലസ് IT ആയിരിക്കും യോഗ്യത എന്നാണല്ലോ പറഞ്ഞത് നോട്ടീസിൽ. അപ്പോൾ 2019 പ്രകാരം ഈ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലേക്ക്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എന്താണ്? ടെക്നിക്കലാണ്. മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, SNT ഉണ്ട്, അല്ലേ? അപ്പോൾ ആ എല്ലാ പോസ്റ്റുകളിലേക്കും 10th പ്ലസ് IT ആയിരിക്കണം യോഗ്യത എന്നാണ് നേരത്തെ പറഞ്ഞ നോട്ടീസ് പറയുന്നത്. സോ 10th ഓർ ITI ആയിരിക്കാം ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നതിന്റെ പിന്നിലെ കാരണം എന്താണ്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് 10th പ്ലസ് ITI ആണ് യോഗ്യതയാവാൻ, അല്ലെങ്കിൽ അതാണ് കൺഫ്യൂഷന്റെ കാരണം. 10th പ്ലസ് ITI ആണ് യോഗ്യത എന്ന് ഒരുപാട് പേര് വാദിക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. 10th ഓർ ITI ആവാം യോഗ്യതയുടെ കാരണം, അല്ലെങ്കിൽ അതായിരിക്കാം യോഗ്യത എന്നും വാദിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അതിന്റെ പിന്നിലെ കാരണം നോക്കിക്കഴിഞ്ഞാൽ, 2019 നോട്ടിഫിക്കേഷൻ തന്നെയാണ്. 2019 നോട്ടിഫിക്കേഷൻ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും അതിനകത്ത് എന്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്? 10th പാസ് ഓർ ITI എന്നാണ് പറഞ്ഞിരിക്കുന്നത് 2019 നോട്ടിഫിക്കേഷൻ പ്രകാരം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് 2024 ഈ വർഷം പുറത്തു വന്നിട്ടുള്ള നോട്ടീസാണ്. ഈ വർഷം പുറത്തു വന്നിട്ടുള്ള നോട്ടീസ് പ്രകാരം സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് 08/2024 ഇതായിരിക്കും ഇത്തവണ ഇനി വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷന്റെ നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് ആ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആവുന്നത് 23/1/2025 അപ്ലിക്കേഷൻ ലിങ്ക് ലൈവ് ആവുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പുറത്ത് വിട്ട നോട്ടീസിനകത്ത് വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റിയിട്ട് ഒന്നും വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടില്ല. അപ്പോൾ 2019 10th ഓവർ ITI ആയിരുന്നു യോഗ്യത. ആ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്രയും വലിയൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ നോട്ടീസിനകത്ത് പ്രകടമാവേണ്ടതായിരുന്നു, അല്ലേ? കാരണം ഏജ് നോക്കുക, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് 2024 നോട്ടിഫിക്കേഷനിൽ ഏജ് എന്ന് ഈ നോട്ടീസിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് വാക്കൻസി 32,000 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാലറിയുടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോട്ടീസിന്റെ ഏജിന്റെ ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ ഫിറ്റ്നസിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്, ഫീസ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, എക്സെപ്റ്റ് ഏജ് അല്ല എക്സെപ്റ്റ് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ, എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2019 കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ അത് ഈ നോട്ടീസിനകത്ത് കാണേണ്ടതാണ്. അത് കാണാത്തത് ഒരു ശുഭലക്ഷണമാണ് എന്ന് പറഞ്ഞാൽ 2019 അതേ വിദ്യാഭ്യാസ യോഗ്യത ഇത്തവണയും നമുക്ക് പ്രതീക്ഷിക്കാം. എപ്പോൾ വരെ? നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നത് വരെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നാൽ മാത്രമാണ് ഈ പറയുന്ന എല്ലാ അഭ്യൂഹങ്ങൾക്കും ഒരു അറുതി വരുള്ളൂ. അതിന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇത് 2024 പുറത്തു വിട്ടിട്ടുള്ള മറ്റൊരു നോട്ടീസാണ് മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ സൈറ്റിൽ. ഇത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഈ നമ്പർ അടിച്ചാൽ മതി, 2024/ERRB/25/07 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ടീസിന്റെ PDF ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതിനകത്ത് ഈ വേക്കൻസി കൊടുത്തിട്ടുണ്ട്. 32,438 വേക്കൻസിയാണ് ഇനി വരാനിരിക്കുന്ന RRB ഗ്രൂപ്പ് ഡിക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. ആൻഡ് അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള വേക്കൻസീസ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇവർ ഒഴിവാക്കിയിട്ടുള്ള ഇത്തവണ റിക്രൂട്ട്മെന്റ് നടത്താൻ സാധ്യതയില്ലാത്ത ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേക്കൻസിയുടെ ചാർട്ട് ഇവിടെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 32,438, ഞാൻ നേരത്തെ പറഞ്ഞ 32,438 വേക്കൻസീസ് ആണ് ഇവിടെ ഉള്ളത്. അതില് 2024 അതില് പോയിന്റ്സ് മാൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്പർ നോക്കുക, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. 5,058 ഒഴിവുകളാണ് ഇതിലേക്കുള്ളത്. ഞാൻ എന്തുകൊണ്ടായിരിക്കും ഈ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ പോയിന്റ്സ് മാൻ എന്ന് പറയുന്ന പോസ്റ്റിനെ എടുത്ത് കാണിക്കാനായിട്ട് കാരണം, നിലവിലെ സാഹചര്യത്തിൽ ഞാൻ ഏറ്റവും ആദ്യം കാണിച്ച 2019 നോട്ടിഫിക്കേഷന് ശേഷം പുറത്തു വിട്ടിട്ടുള്ള മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ നോട്ടീസ് പ്രകാരം ഫ്യൂച്ചർ റിക്രൂട്ട്മെന്റിൽ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്ക്, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക്
10th പ്ലസ് ITI ആണ് യോഗ്യത എന്ന് പറഞ്ഞൊരു നോട്ടീസ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. സപ്പോസ് അത് സത്യമാണെങ്കിൽ, അതായത് 10th പ്ലസ് ITI ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്നുണ്ടെങ്കിൽ, അത് എന്തിലേക്കാണുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളത് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, SNT ഡിപ്പാർട്ട്മെന്റ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഈ കാണുന്ന ബാക്കി എല്ലാ തസ്തികകളിലേക്കും ITI വേണ്ടി വരും എക്സെപ്റ്റ് ദിസ് വൺ. കാരണം ഇത് എന്ത് ഡിപ്പാർട്ട്മെന്റാ? ടെക്നിക്കൽ അല്ല, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആണ് ഈ അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ അല്ലെങ്കിൽ പോയിന്റ്സ്മാൻ B എന്ന് പറയുന്ന പോസ്റ്റർ ഉള്ളത്. അതിലേക്ക് എത്ര ഒഴിവുണ്ട്? 5058 ഒഴിവുണ്ട്. ഈ 5058 ഒഴിവ് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും? 10th യോഗ്യതയുള്ള, 10th ഓർ ITI യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ നോട്ടീസ് പ്രകാരമുള്ള കാര്യമാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 5000 ചിലാൻ ഒഴിവുകളെങ്കിലും 10th ഓർ ITI ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അവിടെയും ഒരു കാര്യമുണ്ട്. എന്താണ് കാര്യം? 2019 നോട്ടീസ് പ്രകാരം അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ഈ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ പോസ്റ്റിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ്? A2 ആണ്. A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ള കുട്ടികൾക്ക് അറിയാം, വൺ ഓഫ് ദ ഹയസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് തൊട്ട് താഴെ നിൽക്കുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് A2 കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല, A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ 32,438 ഒഴിവാണ് ഇത്തവണ വരാനിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിനകത്ത് 5058 ഒഴിവാണ് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലുള്ളത്. 10th പ്ലസ് ITI ആണ് യോഗ്യത എന്നുണ്ടെങ്കിൽ അത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളും 10th പ്ലസ് ITI കാർക്കായിരിക്കും. 5058 ഒഴിവ് ആർക്കുള്ളതായിരിക്കും? 10th ഓർ ITI, 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അല്ലെങ്കിൽ ഓർ ITI യോഗ്യതയുള്ളവർക്ക്. അത് അന്ന് പറയുമ്പോൾ 10th ഉള്ളവർ ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. 10th ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, +2 ഉള്ളവന് അപ്ലൈ ചെയ്യാം, ഡിഗ്രി ഉള്ളവർ, ഡിപ്ലോമ ഉള്ളവന് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 5058 ഒഴിവുണ്ടായിരിക്കും. വേഴ്സ്റ്റ് കേസ് സിനാരിയോ. അല്ല, 2019 പ്രകാരം 10th ഓർ ITI ആണെന്നുണ്ടെങ്കിൽ ഈ 32,438 ഒഴിവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് ഓരോന്നിനും എന്തൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും എന്നുള്ളതൊക്കെ നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നാൽ മാത്രമാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കിയത് എന്താ? 2017 ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം അല്ലെങ്കിൽ നോട്ടീസ് പ്രകാരം, RRB പുറത്തുവിട്ട നോട്ടീസ് പ്രകാരം 10th പ്ലസ് ITI ആയിരുന്നു വിദ്യാഭ്യാസ യോഗ്യത. 2018 സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 02/2018 പ്രകാരം 10th പ്ലസ് ITI ടെക്നിക്കൽ പോസ്റ്റുകൾക്കും 10th ഓർ ITI അതർ പോസ്റ്റുകൾക്കും ആയിട്ട് മാറ്റി. 2019 ഇതേ 10th ഓർ ITI എന്നുള്ളത് എല്ലാ പോസ്റ്റിനും കൊണ്ടുവന്നു. ആൻഡ് ഒരു നോട്ടീസ് ഇറക്കി. എന്തായിരുന്നു? 18ലും 19ലും ഇനി മുതൽ 10th ഓർ ITI മാത്രമായിരിക്കും. ആൻഡ് അതൊരു വൺ ടൈം എക്സംഷൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിന് പിന്നെ പ്രസക്തി വന്നില്ല. ഈ സംഭവം എടുത്ത് മാറ്റിയിട്ട് ഇത് തന്നെ ഇവിടെ അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അതൊരു വൺ ടൈം എക്സംഷൻ ആണ്. ഫ്യൂച്ചർ റിക്രൂട്ട്മെന്റിനെല്ലാം ഞങ്ങൾ എന്ത് ചെയ്യും? ഏകദേശം ഇതുപോലെയുള്ള പ്രിൻസിപ്പിൾ ആയിരിക്കും ഫോളോ ചെയ്യുക. ടെക്നിക്കൽ പോസ്റ്റുകൾക്ക് 10th പ്ലസ് ITI അല്ലാത്തതിന് 10th ഓർ ITI ആയിരിക്കും എന്ന് ഒരു നോട്ടീസും കൂടെ 2019 നോട്ടിഫിക്കേഷന് ശേഷം മിനിസ്ട്രി ഓഫ് റെയിൽവേസ് പുറത്തുവിട്ടു. 2024 കാര്യം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഡൗട്ട്. ഞാൻ ഈ പറഞ്ഞ രണ്ട് സിനാരിയോ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. 10th പ്ലസ് ITI ഓർ 10th ഓർ ITI എന്ന് പറയുന്ന സാധ്യത. 10th ഓർ ITI ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് 2019 എല്ലാ പോസ്റ്റുകളിലേക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഇനി 10th പ്ലസ് ITI ആണെന്നുണ്ടെങ്കിൽ 2018 നോട്ടിഫിക്കേഷൻ പുറത്തു വന്ന പോലെ ഇരിക്കും. ടെക്നിക്കൽ പോസ്റ്റുകൾക്ക് 10th പ്ലസ് ITI അല്ലാത്തതിന് 10th ഓർ ITI. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ റിയൽ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മനസ്സിലാക്കുക, ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇനി മിനിമം ഏജ് എത്രയാണ്? ഇപ്പോഴും കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയാണ് മിനിമം ഏജ്, എത്രയാണ് മിനിമം ഏജ് എന്നുള്ളത്. ഇത് നോക്കാം. 2019 നോട്ടീസ് പ്രകാരം 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ജനറൽക്കാരുടെ അപ്പർ ഏജും ലോവർ ഏജ് എന്ന് പറയുന്നത്. ലോവർ ഏജ് 18 വയസ്സ്, അപ്പർ ഏജ് 33 വയസ്സ്. ഈ 33 വയസ്സിൽ നിന്നും 3 വയസ്സ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ OBC-കാരുടെ അപ്പർ ഏജ് കിട്ടും. എന്ന് പറഞ്ഞാൽ 36 വയസ്സ്. ഈ 33ന്റെ കൂടെ 5 കൂട്ടിയാൽ SC/ST-കാരുടെ അപ്പർ ഏജ് കിട്ടും. എന്ന് പറഞ്ഞാൽ 33 5 38 വയസ്സ്. അതാണ് SC/ST-കാരുടെ അപ്പർ ഏജ് എന്ന് പറയുന്നത് ആസ് പെർ 2019 നോട്ടിഫിക്കേഷൻ. പക്ഷേ കൊറോണ കാരണം 2024 പുറത്തുവിട്ടിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനിലും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് ഏറ്റവും ആദ്യത്തെ നോട്ടിഫിക്കേഷൻ. അതിനുശേഷം ടെക്നീഷ്യൻ വന്നു, ടെക്നീഷ്യന്റെ ഗ്രേഡ് 1, ഗ്രേഡ് 3. അതിനുശേഷം ജൂനിയർ എഞ്ചിനീയർ വന്നു, അതിനുശേഷം RPF വന്നു, അതിനുശേഷം നമ്മുടെ NTPC വന്നു, പാരാമെഡിക്കൽ വന്നു. ഈ വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനിലും എക്സ്ട്രാ ഒരു 3 ഇയർ കൊറോണ കാരണം വൺ ടൈം എക്സംഷൻ ആയിട്ട് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
ഈ വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാമിനും നിങ്ങളുടെ ഏജ് അപ്പർ ഏജ് 18 to 36 ആയിരിക്കും. ആർക്ക്? ജനറൽക്കാർക്ക്. അപ്പോൾ OBC കാർക്ക് എത്രയായിരിക്കും? 36ന്റെ കൂടെ ഒരു 3 കൂടെ കൂട്ടണം. എത്രയാണോ ജനറലിന്റെ അപ്പർ ഏജ് ലിമിറ്റ് അതിന്റെ കൂടെ ഒരു 3 വർഷം കൂടെ ആർക്ക് കൂട്ടണം? OBC കാർക്ക് കൂട്ടണം. അപ്പൊ എത്രയായിരിക്കും? OBC കാർക്ക് 39 വയസ്സ് വരെ എഴുതാൻ പറ്റും. SC/ST കാർക്ക് എത്ര വയസ്സ് വരെ എഴുതാം? 41 വയസ്സ് വരെ എഴുതാം. 36ന്റെ കൂടെ 5 വയസ്സ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 41 വയസ്സ് വരെയുള്ള SC/ST കാൻഡിഡേറ്റ്സിനും 39 വയസ്സ് വരെയുള്ള OBC കാൻഡിഡേറ്റ്സിനും 36 വയസ്സ് വരെയുള്ള ജനറൽ കാൻഡിഡേറ്റ്സിനും ഈ വർഷത്തെ ഗ്രൂപ്പ് ഡി എക്സാം എഴുതാൻ പറ്റേണ്ടതാണ്. ഞാൻ നേരത്തെ കാണിച്ച നോട്ടീസിനകത്തും ആ പ്രായപരിധിയാണ് കൊടുത്തിട്ടുള്ളത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ഇനി എന്ത് ചെയ്യണം? ഓക്കെ, നമ്മുടെ മുന്നിൽ ഇത്രയും ഡാറ്റയുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാനായിട്ടുള്ള സാധ്യത. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യോഗ്യതയിൽ ഇപ്പോഴും കൃത്യത വരണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം? നോട്ടിഫിക്കേഷൻ വരണം. ഞാൻ ഈ പറഞ്ഞതെല്ലാം മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ സൈറ്റിൽ ലഭ്യമായിട്ടുള്ള നോട്ടീസുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻസൈറ്റ്സ് തരുന്നു. ഇതാണ് റിയൽ സിനാരിയോ എന്ന് പറയുന്നത്. അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. 2 കേസും വരാം, A or B അല്ലെ. എ എന്ന് പറയുന്നത് 10th പ്ലസ് ITI നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ, B എന്ന് പറയുന്നത് 10th or ITI. കഴിഞ്ഞ വർഷം 2019 നോട്ടീസ് പ്രകാരം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രകാരം 10th or ITI എന്ന് പറയുന്ന പോലെയായിരിക്കും റിക്രൂട്ട്മെന്റ് നടത്തുക. ഇതെങ്ങനെയായിരിക്കും എന്നുള്ളതിന് നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നാൽ മാത്രമേ നമ്മുടെ മുന്നിൽ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 2 സിനാരിയോസും തുലനം ചെയ്ത് നോക്കുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കാണാം. ഇനി നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കണോ? അതാണ് അടുത്ത ചോദ്യം. നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള കാര്യം, നോട്ടിഫിക്കേഷൻ വന്നാലേ നിങ്ങൾ പഠിച്ചു തുടങ്ങുള്ളൂ. നോട്ടിഫിക്കേഷൻ വരുന്നതിനേക്കാൾ മുന്നേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? നോട്ടിഫിക്കേഷൻ വരുന്നതിനേക്കാൾ മുന്നേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ എത്രയോ എക്സാംസ് കിടക്കുന്നു. കേരള PSC കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് എക്സാംസ്, LDC, LGS, ഡിഗ്രി ലെവൽ പോസ്റ്റുകളായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് എല്ലാം വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ എക്സാംസിന് അത് യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. വരാനിരിക്കുന്ന SSC എക്സാംസ് ഉണ്ട്. ഇനി ഒന്നും വേണ്ട, RRB അടുത്ത വർഷത്തെ ആനുവൽ കലണ്ടറിന്റെ RRB റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള ഡേറ്റുകളുടെ ഒരു നോട്ടീസ്, ഇതും ഈ പറഞ്ഞ പോലെ ഒഫീഷ്യൽ സൈറ്റിൽ അവൈലബിൾ ആണ്. നോക്കിയേ, ജനുവരി മുതൽ മാർച്ച് മാസത്തിനിടയിൽ നിങ്ങൾക്ക് എന്ത് വരും? ALPയുടെ എക്സാം വരും, ALPയുടെ നോട്ടിഫിക്കേഷൻ വരും. ഏപ്രിലിനും ജൂണിനും ഇടയിൽ വീണ്ടും ടെക്നീഷ്യൻ വരും. ജൂലൈ ടു സെപ്റ്റംബറിനിടയിൽ NTPC വരും. അടുത്ത ഒക്ടോബർ ടു ഡിസംബറിനിടയിൽ വീണ്ടും ഗ്രൂപ്പ് ഡി വരും. പഠിച്ചു തുടങ്ങുന്നതുകൊണ്ട് എന്താണ് നഷ്ടം? നിങ്ങൾ ഇത് ഈ പറയുന്ന പോലെ നോട്ടിഫിക്കേഷനകത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തായിരിക്കും? ഞങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പഠിച്ചു തുടങ്ങിയാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ആലോചിച്ച് സമയം കളയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇത്രയും അവസരങ്ങൾ മുന്നിലിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ആ അവസരങ്ങൾ ഉപയോഗിക്കുക, പഠിക്കുക. ഇനി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഓരോ വിഷയവും എങ്ങനെ പഠിക്കണം, എന്തായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ, നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ വേണം നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യാൻ, എക്സാമിന്റെ സോണ്, എക്സാമിന്റെ പോസ്റ്റുകളൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന എക്സാമിന് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എനിക്ക് പഠിക്കാൻ പറ്റുമോ, അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇരുന്ന് പഠിക്കുക വൃത്തിയായിട്ട്. നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന പോലെ നമുക്കൊരു മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യും. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് 10th or ITI ആണോ 10th പ്ലസ് ITI ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കാതെ ഈ പറയുന്ന ഒരുപാട് എക്സാംസ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. കേരള PSCയിലായിക്കോട്ടെ, SSCയിലായിക്കോട്ടെ, ഈ പറയുന്ന RRBയിലായിക്കോട്ടെ, വരുന്ന വർഷങ്ങളിൽ ഒരുപാട് എക്സാംസ്. എന്തിന് ഈ വർഷത്തെ NTPC എക്സാം പോലും ഇനിയും കണ്ടക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഇരുന്ന് പഠിക്കുന്നതിന് പകരം നിങ്ങൾ ഇതിരുന്ന് ആലോചിച്ച് സമയം കളയാതിരിക്കുക. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും മറ്റു കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.